Hi dears, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന ചാപ്റ്ററിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. Habits and behavior adopted in childhood remains unchanged even in adulthood. It is a health education that helps the child to attain healthy habits and attitudes. കുട്ടിക്കാലത്ത് നമ്മൾ എന്താണോ ശീലിച്ചിട്ടുള്ളത് ആ ഒരു പെരുമാറ്റം തന്നെയാവും നമ്മൾ മുതിർന്നാലും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിനൊരു ചേഞ്ച് വരണം അല്ലേ. ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളും പെരുമാറ്റവും മനോഭാവമൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പ്രോഗ്രാം ഹെൽത്ത് can be implemented without the help of the school. Hence, whatever steps are taken in the school regarding health have direct bearing on the community. Whatever happens in a community has its effect on the school. It is expected that the school students, അതായത് നമുക്ക് സ്കൂളിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഒരു ആരോഗ്യ പരിപാടിയും എന്ത് ചെയ്യാൻ പറ്റില്ല, നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ആരോഗ്യപരമായിട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ആയാലും അത് സ്കൂളും അതുപോലെ തന്നെ സമൂഹമായിട്ട് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്താവും, നല്ലവണ്ണം നമുക്ക് കിട്ടും. അതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, വാട്ട് എവർ ദേ ലേൺ അബൌട്ട് ഹെൽത്ത് ഇൻ ദ സ്കൂൾ do inform or discuss with their parents or other family members. Hence, knowledge multiples through school and parents also get educated. അതായത് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കും അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, വീട്ടിൽ പോയിട്ട് പാരൻസുമായിട്ടോ അല്ലെങ്കിൽ അതർ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ അതെന്ത് ചെയ്യും, ഷെയർ ചെയ്യും അല്ലേ. അപ്പോൾ സ്കൂൾ വഴി കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കും, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും. കുട്ടികൾ വഴി ഫാമിലി മെമ്പേഴ്സിനും പാരൻസിനൊക്കെ എന്ത് ചെയ്യും, ഹെൽത്ത് എഡ്യൂക്കേഷൻ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ അവരും എന്താണ്, എഡ്യൂക്കേറ്റഡ് ആവുകയാണ് എന്തിൽ, ഹെൽത്തിൽ. Health cannot be achieved merely by taking 1 or 2 pills every day, nor by observing and then applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise are essential for the preservation of sound health. ദിവസം 1-2 ടാബ്ലറ്റ് കഴിച്ചാൽ നമുക്ക് എന്ത് വരില്ല, നമുക്ക് ആരോഗ്യം കൈവരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ഭക്ഷണം, ശുചിത്വം, വ്യായാമം എന്നിവയെ സംബന്ധിച്ച് നമ്മൾ ശരീരത്തിൽ നല്ല എന്ത് വേണം, ശ്രദ്ധ കൊടുക്കണം. നല്ല ആരോഗ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഫസ്റ്റ് വൺ, ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് സ്കൂൾ ഡേയ്സ് മേക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് മെനി ഹാബിറ്റ്സ്. അതായത് സ്കൂൾ ദിനങ്ങൾ പല ശീലങ്ങളുടെയും അടിത്തറയാക്കുക. അതായത് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ഹൈജീൻ്റെയും ഒക്കെ തത്വങ്ങൾ പഠിപ്പിക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. The next one, the school authorities should be ensure that the school building get fresh air, sunlight and the proper water supply should also be available for drinking as well as cleaning purpose. അതായത് സ്കൂൾ കെട്ടിടത്തിന് ശുദ്ധവായു, സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്നുണ്ട് എന്ന് സ്കൂൾ അതോറിറ്റീസ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെയാണ് കുടിവെള്ളത്തിനും അതുപോലെ തന്നെയാണ് ക്ലീനിങ്ങിനുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള ജലവിതരണം ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതും സ്കൂൾ അതോറിറ്റീസ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. തേർഡ് പോയിന്റ്, appropriate exercise should be included in the school curriculum in between study hour which will be helpful to make the student more energetic. അതായത് വിദ്യാർത്ഥികൾ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ട് സഹായകമാകുന്ന ഒരു സമയമാണ് എന്ത്, അവരുടെ പഠന സമയം അല്ലേ. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, സ്കൂൾ പാഠ്യപദ്ധതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവരികയാണെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യും, കൂടുതൽ എഫക്റ്റീവ് ആവും. The last one, the school should be able to provide the children with a congenital atmosphere for their growth and development. അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സ്കൂളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ്.